ജപ്പാനിലെ ഒരു റൂഫ് ടോപ്പ് ഗാർഡൻ ആണ് നമ്മൾ ഈ കാണുന്നത്. 9 നിലകളുള്ള ഈ ഒരു ബിൽഡിംഗിൽ ഏകദേശം 1 ലക്ഷത്തോളം പ്ലാന്റ്സ് ആണ് ട്ടോ ഉള്ളത്. ചെറിയ ചെടികളായിട്ടും പൂക്കളായിട്ടും വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നല്ല ലൈറ്റ് ഒക്കെ ഉള്ള ഫോട്ടോ സ്പോട്ടുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരും ട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഒരുപാട് വേറെയും ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ട്. എന്നും സൺസെറ്റ് മുതൽ മിഡ് നൈറ്റ് വരെ ഇവിടെ LED ഇലുമിനേഷൻ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ട്ടോ. ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. നമ്മൾ ഈ ചുറ്റും കാണുന്ന വലിയ മരങ്ങളിലൊക്കെ LED വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ താഴെയായിട്ട് കുറെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റും. ഇതൊരു ഷോപ്പിംഗ് മാൾ ആണ്. നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. സാധാരണ ഇങ്ങനെ റൂഫ് ടോപ്പ് ഗാർഡൻ ഒക്കെ ജപ്പാനിൽ മിക്ക സ്ഥലത്തും ഹോട്ടലിന്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്റ്റോറന്റിന്റെ ഒക്കെ മുകളിലായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് പൈസ കൊടുത്ത് കയറിയാൽ മാത്രമേ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. അതല്ലാതെ തന്നെ ഈ ഷോപ്പിംഗ് മാളിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ പാർക്കിലോട്ട് റൂഫ് ടോപ്പിലോട്ട് നമുക്ക് പോകാനുള്ള വഴികളൊക്കെ എല്ലാ ഫ്ലോറിലും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്ത് നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള റൂഫ് ടോപ്പിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏരിയ ഒക്കെ ഇതിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുല്ല് വിരിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ കിടന്നിട്ട് നമുക്ക് ആകാശം കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഓരോ ഫ്ലോറും ഓരോ കളർ തീമിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ തീമിൽ തന്നെ ആയിരിക്കും ചെടികളും അവിടുത്തെ ഫ്ലോറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. ഇതാണ് കേട്ടോ അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ.